നമസ്കാരം. ക്രിക്കറ്റിന്റെ മായ ലോകത്തേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ചെറിയ കൊട്ട് അങ്ങനെ ആദ്യത്തെ ടീമായി മാറിയിരിക്കുന്നു ഇന്ത്യ എന്ന് പറഞ്ഞാൽ സൂപ്പർ 8 പ്രവേശിക്കുന്ന ആദ്യ ടീമായി ഇന്ത്യ മാറിയിരിക്കുന്നു. USA തോൽപ്പിച്ചു. അങ്ങനെ എടുത്തടിച്ച് പറയണമെന്നുമല്ല, സമാധാനത്തിൽ നിന്ന് തോൽപ്പിച്ച് പിച്ചിന്റെ സ്വഭാവം അനുസരിച്ച് പതുക്കെ വെയിറ്റ് ചെയ്ത് എന്ത് ചെയ്തു, USA തോൽപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ എന്തായാലും നമ്മുടെ സൂര്യനൻ സ്കൈ തിരിച്ചു വരവ്, വളരെ സംയമനം പാലിച്ചുകൊണ്ടുള്ള ബാറ്റിംഗ്, തന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ഒക്കെ മറന്നു വെച്ചുകൊണ്ട് സിറ്റുവേഷന് എന്താണ് വേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള ബാറ്റിംഗ്. പാകിസ്ഥാനെ പാക് പടകളെ കണ്ടു പഠിക്കുക. ഇതുപോലെയാണ് ചെറിയ ടോട്ടലുകൾ എങ്ങനെ ചേസ് ചെയ്യണം. അവിടെ ഈ പറയുന്ന എന്താണ് ഗ്രൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ പിച്ച് നമുക്ക് പ്രതികൂലമായി ബാധിക്കുമ്പോൾ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിനൊക്കെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഈ പറയുന്ന സൂര്യകുമാർ യാദവിന്റെ ബാറ്റിംഗ്. 50 അടിച്ചിട്ടുണ്ട് സൂര്യകുമാർ യാദവ്. എത്ര 49 ബോളിൽ നിന്ന് 50 അടിച്ചിട്ടുണ്ട്. 2 സിക്സുകളും 2 ഫോറുകളും. മനസ്സിലായോ? പാകിസ്ഥാൻകാരന്മാരെ ഇതൊക്കെ നിങ്ങൾ കണ്ടു പഠിക്കൂ. കണ്ടോ, നമ്മളാ ഇന്ത്യ കണ്ടോ 3 കളികളും ജയിച്ചുകൊണ്ട് ടോപ്പിൽ കയറിയിട്ടുണ്ട്. എന്തായാലും സൂപ്പർ 8 വരുന്ന ആദ്യ ടീമായി മാറിയിട്ടുണ്ട് അത് ഇന്ത്യ. വെരി ഗുഡ്, എക്സലന്റ്. ഇനി പാകിസ്ഥാൻ ഈ 2 കുഞ്ഞൻ ടീമിന്റെ കളികൾ, അതിനോട് തോക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്ങനെയായാലും ഈ പറയുന്ന അടുത്ത അതാണ് നമ്മുടെ അമേരിക്ക ഒരു ടീമിനെയും കൂടി തോൽപ്പിച്ച് നേരെ അമേരിക്ക കയറാനാണ് ചാൻസ് കൂടുതൽ. എവിടെ പോയാലും നിങ്ങൾ ഇത് തന്നെയല്ലോ. ഇനി എല്ലാവരും ഇരന്ന് മറ്റവൻ ജയിക്കുന്നു, മറ്റവൻ തോൽക്കുന്നു, മറ്റവൻ അവിടെ പെടുത്തു, മറ്റവൻ അവിടെ തൂറിയോ എന്നൊക്കെ നോക്കി അവന്റെ കണക്കെടുത്തു, അവൻ തൂറിയോന്റെ കണക്കെടുത്തു. ഇനി അതൊക്കെ എടുത്തെടുത്ത് വരണം നിനക്കൊക്കെ കയറാൻ. കഷ്ടം തന്നെ മൈലാളി, കഷ്ടം തന്നെ. അപ്പോ USA 20 ഓവറിൽ ബാറ്റിംഗ് പിന്നെ എന്താണ് ടോസ് കിട്ടി USA ബാറ്റിംഗിൽ അയച്ചു. 20 ഓവറിൽ 110 റൺസിന് 8 വിക്കറ്റ് നഷ്ടപ്പെട്ടു. ആര്? USA. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആരും അടിച്ചിട്ടില്ല. ഏതോ എന്തോ പറഞ്ഞ ഒരു 24 റൺസ്, പിന്നെ അവിടെ തന്നെ ഒരു 27 റൺസ്. ഇവന്റെയൊക്കെ പേരുകളൊക്കെ വായിക്കണമെങ്കിൽ നിതീഷ് കുമാർ. ഇതൊക്കെ ഭൂരിഭാഗം ഇന്ത്യൻ വംശജത തന്നെ കേട്ടോ അവിടെ കളിക്കുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു. നമ്മുടെ ബൗളിങ്ങിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ ജസ്പ്രീത് ബുംറയ്ക്ക് ഇന്ന് വിക്കറ്റ് ഒന്നും കിട്ടിയില്ല. എന്റെ ക്യാപ്റ്റനായിരുന്നു എന്ത് പറയാൻ, ബുംറയ്ക്ക് ഇന്നും വിക്കറ്റ് ഒന്നും കിട്ടാത്ത ഒരു മത്സരമായിരുന്നു. അത് നമുക്ക് കുറച്ച് ഷോക്കിംഗ് ആയിരുന്നു. പക്ഷെ ഹർഷദീപ് സിംഗ് 4 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഹർഷദീപ് സിംഗ് തുടക്കം ഫസ്റ്റ് ബോൾ തന്നെ സൂപ്പർ ബോളായിരുന്നു കേട്ടോ. അത് വന്ന് വീണ് അകത്തോട്ട് കയറി സൂപ്പർ ഇൻസിംഗ് ബോളായിരുന്നു. 4 വിക്കറ്റ് എടുത്തു. 4 ഓവറിൽ വെറും 9 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ടാണ് ഹർഷദീപ് സിംഗ് 4 വിക്കറ്റ് എടുത്തിരിക്കുന്നത്. സിറാജിന് വിക്കറ്റ് ഇല്ല, ബുംറയ്ക്ക് വിക്കറ്റ് ഇല്ല. പിന്നീട് ഹാർദിക് പാണ്ഡ്യ എവിടെ കൂടിയെങ്കിലും 2 വിക്കറ്റ് എടുത്തോളൂ. ഹാർദിക് പാണ്ഡ്യക്ക് 2 വിക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അക്ഷർ പട്ടേലിനും 1 വിക്കറ്റ് ഉണ്ട്. ഇതായിരുന്നു ഇന്ത്യയുടെ പിന്നെ ബൗളിങ്ങിന്റെ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇന്ത്യയുടെ ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ബാറ്റിംഗിൽ നമ്മുടെ വിരാട് കോഹ്ലി വീണ്ടും ഈ 3ാമത്തെ കളിയുടെ 2ാമത്തെ ഡക്കാണ്. എന്തായാലും ഫൈനലിലും സെമി ഫൈനലും വലിയ കളി വരുമ്പോൾ അണ്ണം വന്നോളും, കിങ് കോഹ്ലി വന്നോളും കേട്ടോ. ഇതൊക്കെ ചെറുത് മാറ്റിവെയ്. ഇനിയിപ്പോ സൂപ്പർ 8 പോകും, അല്ലെങ്കിൽ സെമിയിലോ ക്വാർട്ടറിലൊക്കെ വരുമ്പോഴായിരിക്കും വിരാട് കോഹ്ലിയുടെ വിരാടമായ ആ രൂപം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോഴൊക്കെ ആയിരിക്കും രോഹിത് ശർമ്മ വീണ്ടും എന്ത് ചെയ്യുക, 3 റൺസിനടുത്ത് വീണ്ടും പുറത്താകുക വന്നപ്പോൾ ഫസ്റ്റ് വിക്കറ്റുകൾ പറ വീണു. അപ്പൊ നമ്മൾക്ക് ഒന്ന് നെഞ്ചിടിച്ചതാണ്, കർത്താവേ 2 വിക്കറ്റ് പോയില്ലേ എന്നുള്ളത്. 10 വിക്കറ്റിനകത്ത് വെച്ച് എനിക്ക് 2 വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്ന പിന്നീട് സൂര്യകുമാർ യാദവും പിന്നെ ഋഷഭ് പന്ത് ഒന്നും വലിയ കുഴപ്പമില്ലാതെ കളിച്ചു. പക്ഷെ ഋഷഭ് പന്തിന്റെ ഔട്ട് ബോൾ ഏത് ബാറ്റ്സ്മാനായാലും ഔട്ടായി പോകുന്ന വെച്ചാൽ ബോൾ നല്ല ഡൗൺ ആയിപ്പോയി. അതുകൊണ്ടാണ് ഋഷഭ് പന്ത് എന്ത് ചെയ്യുന്നു ഔട്ടായി പോയത്. സൂര്യകുമാർ യാദവും ശുഭം ദുബയും കൂടി നിന്നുകൊണ്ട് 3 വിക്കറ്റ് പോയിട്ടുള്ളൂ. അതിൽ നിന്ന് അവർ വിജയത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. 49 ബോളിൽ 50 റൺസും അടിച്ചുകൊണ്ട് സൂര്യകുമാർ യാദവും 35 ബോളിൽ 31 റൺസ് അടിച്ചുകൊണ്ട് ആരാണ് നമ്മുടെ ശിവം ദുബയും കൂടി എന്ത് ചെയ്തു, ഇന്ത്യയെ നല്ലൊരു രീതിയിൽ ഒരു വിജയത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് അല്ലെ. അതായത് എത്രാമത്തെ ഓവറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 18.2 ഓവറിൽ ഇന്ത്യ കളി ജയിച്ചു. ഏതാണ്ട് 10 ബോളുകൾ ഉച്ചമരിക്ക് എന്ത് ചെയ്തു, ഇന്ത്യ കളി ജയിച്ചു. സൂപ്പർ. അങ്ങനെ ഇന്ത്യ എങ്ങനെയെങ്കിലും കളി തോക്കുമോ എന്നൊക്കെ ഈ പറയുന്ന പാകിസ്ഥാൻകാരന്മാര് കണ്ണിൽ എണ്ണ ഒഴിച്ചൊക്കെ കാത്തിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, ഇന്ത്യ സൂപ്പറായിട്ട് ജയിച്ചു എന്നുള്ളത്. അവർക്ക് പിത്രാവൽ അവനൊരു 2 വിക്കറ്റ് എടുത്തു. നേത്രാവൽ എന്ന് പറഞ്ഞ ഒരുത്തൻ, ബൗളർമാരെന്ന് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. അപ്പൊ 2 വിക്കറ്റ് എടുത്തു. അത് തന്നെയാണ് നമുക്ക് എടുത്ത് പറയാനുള്ളത്. അപ്പൊ എന്തായാലും ഒരു കുഞ്ഞു ടീമാണ്, പക്ഷെ അവർ നല്ലൊരു ടീമാണ്. കാരണം ഇന്ത്യൻ വംശജരാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന വിക്കറ്റ് എടുത്തവനൊക്കെ മുംബൈക്ക് വേണ്ടിയിട്ടോ എന്തൊക്കെ കളിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ബൗളിംഗ് ഒക്കെ ഒരുവിധം നല്ല രീതിയിൽ അറിയാം. മാച്ച് പ്രാക്ടീസ് ഇല്ലാത്ത ടീമെന്ന് കരുതണ്ട, നല്ല രീതിയിൽ മാച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നല്ല ടീമോട്ടൊക്കെ കളിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചെറിയ ടോട്ടൽ ആണെങ്കിൽ കൂടി ഇന്ത്യക്ക് ഒരു ടഫ് കോമ്പറ്റീഷൻ അവർ കൊടുത്തിട്ടുണ്ട് തുടക്കം. പക്ഷേ ഇന്ത്യ അതിൽ വലിയ വെപ്രാളം ഒന്നും കാണിക്കാതെ ചെറിയ കുഞ്ഞു ടീമാണ്,
നമുക്ക് അവരെ അടിച്ചങ്ങ് പരത്തി കളയാം അങ്ങനെ ഒന്നും ചിന്തിക്കാതെ വളരെ സംയമനത്തോടു കൂടി വളരെ സമാധാനത്തോടു കൂടി ആ ടോട്ടൽ കൃത്യമായിട്ട് അടിച്ചെടുത്തു. വെൽ ഡൺ ഇന്ത്യ, വെൽ ഡൺ. അപ്പോൾ ഇന്ത്യ ടോപ്പ് ഇതിനെതിരെ സൂപ്പർ 8ലേക്ക് പ്രവേശിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.